പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ ഒരു പ്രോബ്ലം ചെയ്തിരുന്നു. കൂടാതെ ഒരു 6 പെക്യൂലിയർ ഐറ്റത്തിനെ കുറിച്ച് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞതാണ്. നമുക്കൊരു അക്കൗണ്ടിങ് റെക്കോർഡ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് 12-ലധികം ഒരു 13 പെക്യൂലിയർ ഐറ്റത്തിനെ കുറിച്ച് നമ്മുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 6 എണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ചെയ്യാം. കൂടാതെ 7 പെക്യൂലിയർ ഐറ്റത്തിന്റെ ട്രീറ്റ്മെന്റും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക, നോട്ട്സ് അപ്ഡേറ്റ് ചെയ്യാതെ നിർബന്ധമാണ്. അതുപോലെ തന്നെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. ഓരോ ദിവസവും നിങ്ങൾ എടുക്കുന്ന പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് പിന്നത്തെ ക്ലാസ്സിൽ ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കുക, മാക്സിമം അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6 പെക്യൂലിയർ ഐറ്റത്തിനെ കുറിച്ചും അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചും പറഞ്ഞിരുന്നു. അടുത്ത ഒരു ഐറ്റം ആണ് സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്. Amount realized from sale of an asset will appear on the receipt side of receipt and payment account. ഒരു ഓൾഡ് അസറ്റ് വിറ്റ് കിട്ടുന്ന എമൗണ്ട് നമ്മൾ കാണിക്കേണ്ടത് എവിടെയാണ്? റെസിപ്റ്റ് സൈഡിലാണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസിപ്റ്റ് സൈഡിലാണ്. നിങ്ങൾ ആ ഫോർമാറ്റ് ഓർത്ത് നോക്കിയാൽ അറിയാം. അതിൽ റെസിപ്റ്റ് സൈഡിൽ നമ്മൾ എഴുതാറുള്ള ഒരു ഐറ്റം ആണ് എന്ത്? സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. സെയിൽ ഓഫ് അല്ലെങ്കിൽ ഓൾഡ് അസറ്റ് എന്നുള്ളത് നമ്മൾ എഴുതാറുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഫ് ദർ ഇസ് പ്രോഫിറ്റ് ഓർ ലോസ്. ആ അസറ്റ് വിറ്റ് നമുക്ക് കിട്ടുന്നത് പ്രോഫിറ്റോ ലോസോ ആണെങ്കിൽ, നമ്മളൊരു അസറ്റ് വിറ്റു അത് നമുക്ക് നഷ്ടമോ ലാഭമോ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. പ്രോഫിറ്റോ ലോസോ ആണെങ്കിൽ ആ എമൗണ്ട് മാത്രം. പ്രോഫിറ്റ് ആണെങ്കിൽ ഇൻകം സൈഡിലും ലോസ് ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് സോൾഡ്. അസറ്റ് സോൾഡ്, നമ്മൾ വിൽക്കാൻ പോകുന്ന അസറ്റിന്റെ ബുക്ക് വാല്യൂ നമ്മൾ റെസ്പെക്റ്റീവ് അസറ്റിൽ നിന്ന് ലെസ് ചെയ്തിരിക്കണം. ബുക്ക് വാല്യൂ ഓഫ് ആ വർഷത്തെ ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് സോൾഡ് നമ്മൾ ആ കൺസേൺഡ് അസറ്റിൽ നിന്ന് ബാലൻസ് ഷീറ്റിൽ ലെസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഐറ്റം സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ പീരിയോഡിക്കൽസ്. പഴയ ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ മാഗസിൻസ് ഇതൊക്കെ നമുക്ക് വിറ്റ് കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലാണെങ്കിൽ റെസിപ്റ്റ് സൈഡിലും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണെങ്കിൽ ഇൻകം സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലാണെങ്കിൽ റെസിപ്റ്റ് സൈഡിലും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണെങ്കിൽ ഇൻകം സൈഡിലും സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ ആൻഡ് പീരിയോഡിക്കൽസ് എന്നുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. അടുത്ത ഐറ്റം എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റംസ്. Items like stationery, sports materials like bats, ball are called expenditure stock items. അപ്പോൾ ഇങ്ങനെയുള്ളത് എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ എഴുതുക. The value of such items usually is considered as expense. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എക്സ്പെൻസ് ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് എക്സ്പെൻഡിച്ചർ സൈഡിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസ് കാണിക്കുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സൈഡിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസ് പോസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദ വാല്യൂ ഓഫ് അൺയൂസ്ഡ് ഐറ്റംസ് ആർ ട്രീറ്റഡ് ആസ് അസറ്റ്. നമ്മൾ യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ ക്ലോസിംഗ് ആയിട്ട് നമുക്ക് വരുന്ന അൺയൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ അസറ്റ് ആയിട്ടും ഇങ്ങനെയുള്ളതിനെ ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സ്റ്റോക്ക് ഐറ്റത്തിന്റെ ലാസ്റ്റ് വരുന്ന ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ അൺയൂസ്ഡ് ഐറ്റംസിനെ നമ്മൾ അസറ്റ് ആയിട്ടും, ഇങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് വാങ്ങാൻ വേണ്ടി ചെലവാകുന്ന ആ എമൗണ്ടിനെ നമുക്ക് എക്സ്പെൻസസിനെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിലും റെക്കോർഡ് ചെയ്യുന്നു. അടുത്തത് സെയിൽ ഓഫ് സ്ക്രാപ്പ് ഓർ ഗ്രാസ് എക്സെട്ര. ഇപ്പൊ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് ഐറ്റംസ് നമുക്ക് വിറ്റ് കിട്ടുന്ന എമൗണ്ട്, നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ വിൽക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ വിറ്റതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ലൈഫ് മെമ്പർഷിപ്പ് ഫീ. It is a lump sum amount received from a certain members
towards life membership instead of annual subscription. ഓരോ മെമ്പറുടെ കയ്യിൽ നിന്നും ആനുവലി സബ്സ്ക്രിപ്ഷൻ വാങ്ങുന്നതിന് പകരം ചില മെമ്പേഴ്സ് ആജീവനാന്തം ഒരു വോൾ എമൗണ്ട്, ഒരു മൊത്തം എമൗണ്ട് ആയിട്ട് ഫീ അവിടേക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കും. ആ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്ന മൊത്തമായിട്ടുള്ള തുകേനെയാണ് എന്ത് പറയുക, ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത്. ഇത് റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റിസിപ്റ്റ് സൈഡിൽ കാണിക്കണം. ഇത് നോൺ റെക്കറിംഗ് നേച്ചർ ആയതുകൊണ്ട് തന്നെ ഇത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിന്റെ ഒപ്പം നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. അതായത് ബാലൻസ് ഷീറ്റിൽ ഇസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്, ലയബിലിറ്റി സൈഡിൽ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ടിന്റെ ഒപ്പം ആഡ് ചെയ്ത് കാണിക്കേണ്ട ഒരു റെസിപ്റ്റ് ആണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ റിസിപ്റ്റ് സൈഡിൽ റിസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റിസിപ്റ്റ്സ് സൈഡിലും ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി സൈഡില് ക്യാപിറ്റൽ ഫണ്ടിന്റെ ഒപ്പം ഇത് ആഡ് ചെയ്ത് കാണിക്കണം. Payment of honorarium. Amount paid to a person for the specific purpose rendered by him is called honorarium. ഒരു വ്യക്തിക്ക് അദ്ദേഹം ചെയ്ത ഒരു പ്രത്യേക സേവനത്തിന് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് ഹോണറേറിയം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, പേയ്മെന്റ് മെയ്ഡ് ടു സിംഗേഴ്സ്. സിംഗേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ്, ഡാൻസേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ്, ഇതൊക്കെ എന്താണ്, ഹോണറേറിയം ആയിട്ടാണ് പറയുന്നത്. ഇറ്റ് ഷോൺ ഓൺ ദ എക്സ്പെൻഡിച്ചർ സൈഡ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലായാലും പേയ്മെന്റ് സൈഡിലും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണെങ്കിൽ എക്സ്പെൻഡിച്ചർ സൈഡിലുമാണത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇതൊരു പേയ്മെന്റ് ആണ്. നെക്സ്റ്റ്, സ്പെഷ്യൽ പർപ്പസ് ഫണ്ട്. ടൂർണമെന്റ് ഫണ്ട്, ചാരിറ്റി ഫണ്ട്, പ്രൈസ് ഫണ്ട്, എൻഡോവ്മെന്റ് ഫണ്ട്, ഇതൊക്കെ പ്രത്യേക ആവശ്യങ്ങൾക്ക് മാത്രം വേണ്ടി മാറ്റിവെക്കുന്ന ഫണ്ടുകളാണ്. ഇഫ് ദർ ഈസ് എനി എക്സ്പെൻസ് ഓർ ഇൻകം റിലേറ്റിംഗ് ടു ദാറ്റ് ഫണ്ട്, ഏതെങ്കിലും എക്സ്പെൻസസോ ഇൻകമോ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ it should not be shown in the income and expenditure account. അതൊരിക്കലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യകതയില്ല. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസസ്, ബട്ട് അഡ്ജസ്റ്റഡ് ടു ദാറ്റ് ഫണ്ട് ഓൺ ദ ലയബിലിറ്റി സൈഡ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ്, ലയബിലിറ്റി സൈഡിലാണ്. ഇതുമായി ബന്ധപ്പെട്ട ഇൻകം ആണെങ്കിലും എക്സ്പെൻസ് ആണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ടൂർണമെന്റ് ഫണ്ട് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻകമോ അല്ലെങ്കിൽ എക്സ്പെൻസസോ ആണെങ്കിൽ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ്, ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി സൈഡിലാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് നമ്മൾ മെയിൻ ആയിട്ട് റിയൽ ആയിട്ട് അതിന്റെ എമൗണ്ട് കോളത്തിലേക്ക് എടുത്തെഴുതുക. കൂടുതലായിട്ട് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. നമുക്ക് എക്സാമ്പിളിലേക്ക് പോവാം. സ്പെഷ്യൽ പർപ്പസ് ഫണ്ടില് നമുക്ക് തന്നിരിക്കുന്നത് ടൂർണമെന്റ് ഫണ്ട് ആണ്. ടൂർണമെന്റ് ഫണ്ടില് 15,000, ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് 15,000, ടൂർണമെന്റ് എക്സ്പെൻസസ് 1,750, ടൂർണമെന്റ് ഇൻകം 1,400, ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് 1,200. ബാലൻസ് ഷീറ്റിൽ നമുക്ക് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ടൂർണമെന്റ് ഫണ്ടിന്റെ എമൗണ്ട് എഴുതുന്നു, 15,000 എഴുതി. അതിന്റെ ഒപ്പം ആഡ് ചെയ്യുന്നു, ടൂർണമെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആഡ് ചെയ്യുന്നു 1,400. ഇൻട്രസ്റ്റ് ഓൺ ടൂർണമെന്റ് ഇൻവെസ്റ്റ്മെന്റ് അതും ഇൻകം തന്നെയാണ്, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു 1,200. then നമുക്ക് കിട്ടുന്നത് 17,600 ആണ്. ലെസ് ടൂർണമെന്റ് എക്സ്പെൻസസ്, ടൂർണമെന്റിന്റെ എക്സ്പെൻസസ് നമ്മൾ ലെസ് ചെയ്യുന്നു, കിട്ടുന്നത് 15,850. അപ്പൊ ഇതാണ്, ഈ എമൗണ്ട് ആണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. then ടൂർണമെന്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അസറ്റ് സൈഡിൽ 15,000 കാണിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് സ്പെഷ്യൽ പർപ്പസ് ഫണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞ് ഇരിക്കാനുള്ളത്. അടുത്ത ഇലസ്ട്രേഷനിലേക്ക് നമുക്ക് പോവാം. From the following receipts and payment account, prepare income and expenditure account for the year ending 31st December 2019. Receipt, payment account ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഏതൊക്കെയാണ് എക്സ്പെൻഡിച്ചർ, ഏതൊക്കെയാണ് ഇൻകം എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് ആദ്യം നോക്കാം എന്തൊക്കെ ഐറ്റംസ് തന്നിട്ടുള്ളതെന്ന്. ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്, സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻ, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ക്രിക്കറ്റ്, ടെന്നീസ്, ബില്യാർഡ്സ്, പ്ലേയിങ് കാർഡ്സ്, സൺറൈസ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് റെസിപ്റ്റിൽ തന്നിട്ടുള്ളത്. പേയ്മെന്റ്സിൽ ബിൽഡിംഗ്, റെന്റ്, സാലറീസ്, ഫർണിച്ചർ, ക്രിക്കറ്റ്, ടെന്നീസ്, ബില്യാർഡ്സ്, ഗാർഡനിങ്, ടെലിഫോൺ, അഡ്വർടൈസ്മെന്റ്,
പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഇൻവെസ്റ്റ്മെന്റ്, പ്ലേയിങ് കാർഡ്സ്, ദെൻ ക്ലോസിംഗ് ബാലൻസ്. നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് അസറ്റ്സ് സബ്സ്ക്രിപ്ഷൻ 300, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് 200, ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റീസ് were salaries 250, rent 100, subscription received in advance for the year ending for the year 2020 were 250. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കണം. നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രോബ്ലം നമ്മൾ വായിച്ചു കഴിഞ്ഞു. നമുക്ക് അതിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കണം. അപ്പോൾ പ്രോബ്ലത്തിൽ നമുക്ക് റെസീപ്റ്റ്സ് തന്നിട്ടുണ്ട്, പേയ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എക്സ്പെൻഡിച്ചറും ഇൻകവും നമുക്ക് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പേയ്മെന്റ് സൈഡ് ആദ്യം നോക്കുന്നു. പേയ്മെന്റ് സൈഡിൽ നമ്മൾ ക്യാപിറ്റൽ ഐറ്റംസോ ഫിക്സഡ് അസറ്റുകളോ ഒന്നും നമ്മൾ എന്ത് ചെയ്യണം, അത് എക്സ്ക്ലൂഡ് ചെയ്യണം. അതൊന്നും എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കറന്റ് ഇയറിലെ ഐറ്റംസും അതുപോലെ തന്നെ നമ്മൾ റവന്യൂ നാച്ചുറൽ ഐറ്റംസും ആണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഐറ്റം ബിൽഡിംഗ് എടുക്കേണ്ട ആവശ്യമില്ല, ഫിക്സഡ് അസറ്റ് ആണ്, അത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നു. പിന്നെ വരുന്നത് എന്താണ്, റെന്റ് ആണ്. റെന്റ് 800. അപ്പോൾ റെന്റ് നമ്മൾ എഴുതി 800. റെന്റിന് അഡ്ജസ്റ്റ്മെന്റ് ഇടാൻ നോക്കുക. അപ്പോൾ റെന്റിന് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് കാണാൻ സാധിക്കും. ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി പറയുന്നുണ്ട് 100. അപ്പോൾ 100 റെന്റിന്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. റെന്റ് ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് 100. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ 900 ആണ് ടോട്ടൽ വരുന്നത്. അടുത്തത് സാലറി എടുത്തു 850. 850 ആണ് നമുക്ക് സാലറി വരുന്നത്. ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ്, അതിനും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എത്രയാണ് സാലറിയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് വരുന്നത് 250 ആണ്. അപ്പൊ 850 plus 250 1100. ദെൻ ക്രിക്കറ്റ് എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ പേയ്മെന്റ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ ഇവിടെ എടുത്ത് എഴുതുന്നു 150. ടെന്നീസ് 250 ആണ് വരുന്ന പേയ്മെന്റ്. ടെന്നീസിന് 250 എക്സ്പെൻഡിച്ചർ ആയിട്ട് ഇവിടെ എടുത്ത് എഴുതി. ബില്യാർഡ്സ് 375, ഇവിടെ 375 എടുത്ത് എഴുതി. ഗാർഡനിങ്ങിന് വരുന്ന എക്സ്പെൻസ് 125, ഗാർഡനിങ് 125. ദെൻ ടെലിഫോൺ എക്സ്പെൻസ് 225, ഇവിടെയും ടെലിഫോൺ എക്സ്പെൻസ് ആയിട്ട് 225 വരുന്നുണ്ട്. ദെൻ അഡ്വർടൈസ്മെന്റ് 75 റുപ്പീസ് ആണ് വരുന്നത്. ഇവിടെയും അഡ്വർടൈസ്മെന്റ് 75 എടുത്ത് എഴുതി. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 150 ആണ് വരുന്നത്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എക്സ്പെൻസ് ആയിട്ട് 150, ഇവിടെയും പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 150 എഴുതുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതൊരു ഫിക്സഡ് അസറ്റ് ആണ് 7000 എന്നുള്ളത്. അത് ഇവിടെ എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് അത് എക്സ്പെൻഡിച്ചർ സൈഡിൽ നമ്മളോ അല്ലെങ്കിൽ ഇൻകം സൈഡിലോ കാണിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. അത് എക്സ്ക്ലൂഡ് ചെയ്യുന്നു ഫിക്സഡ് ആയതുകൊണ്ട്. ദെൻ പ്ലേയിങ് കാർഡ് 45. അടുത്തത് എഴുതേണ്ടതാണ് പ്ലേയിങ് കാർഡ് 45. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് പേയ്മെന്റ് സൈഡിൽ വരുന്നത്. പിന്നെ 2 ഐറ്റം ഇവിടെ പെൻഡിങ് നിൽക്കുന്നുണ്ട്. ഏതാണ്, ക്ലോസിംഗ് ബാലൻസ് ആണ്. ഈ ക്ലോസിംഗ് ബാലൻസോ ഓപ്പണിംഗ് ബാലൻസോ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് എക്സ്പെൻഡിച്ചർ സൈഡിൽ വരുന്നത്. ഇനി നമുക്ക് ഇൻകം സൈഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ റെസിപ്റ്റിലാണ് നോക്കുന്നത്. റെസിപ്റ്റിലെ ഓപ്പണിംഗ് ബാലൻസ് എടുക്കേണ്ട ആവശ്യകതയില്ല എന്ന് പറഞ്ഞു. ദെൻ സബ്സ്ക്രിപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് 1700 ആണ് തന്നിട്ടുള്ളത്. സബ്സ്ക്രിപ്ഷൻ നമ്മൾ കറന്റ് ഇയർ സബ്സ്ക്രിപ്ഷൻ ആണ് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും കാര്യം ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, മുന്നേ കൂട്ടി 2020 സബ്സ്ക്രിപ്ഷൻസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് 250 ആണ്. അപ്പൊ ആ 250 എന്ന് പറയുന്നത് 2020 എമൗണ്ട് ആണ്. അതുകൊണ്ട് നമുക്ക് അത് ലെസ് ചെയ്യണം. ലെസ് ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് നമുക്ക് കിട്ടി. 250 ലെസ് ചെയ്യുമ്പോൾ 1450 കിട്ടി. ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് നമുക്ക് അസറ്റ്, അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് 300. ആ 300 നമ്മൾ ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ കറന്റ് ഇയറിലെ കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻ എത്രയാണ്, 1750 ആണ്. ഓക്കെ. ദെൻ അടുത്ത ഐറ്റം നോക്കുക. ഡൊണേഷൻ നമുക്ക് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, ക്യാപിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഐറ്റം ആണ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീയും നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുള്ള ഐറ്റം ആണ്, അത് നമുക്ക് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് 150 തന്നിട്ടുണ്ട്. അപ്പൊ അതിനും അഡ്ജസ്റ്റ്മെന്റ് താഴെ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് 200 തന്നിട്ടുണ്ട്. അപ്പൊ 200 നമ്മൾ ആഡ് ചെയ്യുന്നു. അങ്ങനെ 350 ആണ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്.
ദെൻ അടുത്തത് ക്രിക്കറ്റ് നമുക്ക് വരുന്ന റെസിപ്റ്റ് ആണ്. അതിൽ നിന്ന് വരുന്ന റെസിപ്റ്റ് 200 നമ്മൾ ഇവിടെ എടുത്ത് എഴുതി. ടെന്നീസ് 400 എടുത്ത് എഴുതി. ടെന്നീസ് 400. ദെൻ ബില്ലിയാർഡ്സ് 600. ബില്ലിയാർഡ്സ് 600 എടുത്ത് എഴുതി. പ്ലേയിങ് കാർഡ് 250. ഇവിടെയും പ്ലേയിങ് കാർഡ് 250 എടുത്ത് എഴുതി. സൺട്രീസ് 100. ഇവിടെയും സൺട്രീസ് 100. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ 120. ഇവിടെയും സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ 120. അപ്പൊ നമ്മൾ ഇത്രയും ഐറ്റംസ് ആണ് റെസിപ്റ്റ് സൈഡിൽ നിന്ന് ഇൻകം സൈഡിലേക്ക് എടുത്ത് എഴുതിയിട്ടുള്ളത്. ഇപ്പൊ എല്ലാ ഐറ്റംസും നമ്മൾ പോസ്റ്റ് ചെയ്തു. നമ്മൾ ഒന്നുകൂടി അഡ്ജസ്റ്റ്മെന്റുകൾ ചെക്ക് ചെയ്തു. എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാ തരത്തിലുള്ള എന്താണ് ക്യാപിറ്റൽ ഐറ്റത്തിനെയും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തു. ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകമോ അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറോ ഉണ്ടെങ്കിൽ നമ്മൾ അത് കൺസിഡർ ചെയ്യണം. കാരണം അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കറന്റ് ഇയറിലെ എമൗണ്ട് കിട്ടുള്ളൂ. അപ്പൊ ഇത്രയും ഐറ്റംസ് നമുക്കിത് ബാലൻസ് ചെയ്ത് നോക്കാം. ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഇൻകം സൈഡ് ആഡ് ചെയ്യുന്നു. എനിക്ക് ഇൻകം സൈഡ് ആഡ് ചെയ്തപ്പോൾ 3770 കിട്ടി. ഇതാണ് ടോട്ടൽ കിട്ടിയത്. അപ്പൊ ഇൻകം സൈഡ് കൂടുതലായിട്ട് നിൽക്കുന്നത്. എക്സ്പെൻഡിച്ചർ സൈഡ് ആഡ് ചെയ്തപ്പോൾ ഇതിലും കുറവ് എമൗണ്ട് ആണ് കിട്ടുന്നത്. അതായത് 900 മുതൽ 45 വരെയുള്ള ഐറ്റംസ് ഞാൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ 3770ലും കുറവുള്ള ഒരു എമൗണ്ട് ആണ് കിട്ടിയത്. അപ്പൊ ആ എമൗണ്ട് എനിക്ക് ഇത് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് ഈ 3770ൽ നിന്ന് ഞാൻ ലെസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ബാലൻസ്ഡ് എമൗണ്ട് കിട്ടും. അതാണ് 375. ഈ എമൗണ്ട് ആണ് നമുക്ക് എന്താ പറയാ സർപ്ലസ് ആയിട്ട് പറയാം. സർപ്ലസ് 375 ആണ് സർപ്ലസ്. 375. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവുമാവുമ്പോൾ വരുന്നതാണ് എന്ത് സർപ്ലസ്. എക്സസ് ഓഫ് ഇൻകം കൂടുന്നു ഓവർ ദ എക്സ്പെൻഡിച്ചർ. ചിലവിനേക്കാളും അധികം വരുമാനം ഉണ്ടാകുമ്പോൾ വരുന്നതാണ് സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പ്രോബ്ലം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു പ്രോബ്ലം ചെയ്യിച്ചിരുന്നു. ആ പ്രോബ്ലം ഈ പ്രോബ്ലം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഇതിനുശേഷം നമ്മുടെ ബുക്കിൽ ഒരുപാട് ഇലസ്ട്രേഷൻസ് ഉണ്ട്, അതുപോലെ എക്സസൈസുകൾ ഉണ്ട്. അതും ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.